ഈ വീഡിയോ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവത്ത് റിലേറ്റഡ് ആയിട്ടാണ്. ഞാനൊരു ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിബേറ്റ് നടക്കുകയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും എ ഐ എഞ്ചിനീയർ കരിയറും തമ്മിൽ. ഒരു ടീം പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ടെക്കിൽ ഏറ്റവും സേഫസ്റ്റ് പറ്റുന്നത്, മറ്റൊരു ചിലർ പറയുന്ന എ ഐ കാരണം എൻ്റെ ടെക് ഇൻഡസ്ട്രി വൈപ്പ് ഔട്ട് ആവും എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ അതിന് ഒരു കൺക്ലൂഷൻ കൊടുത്തു. അപ്പം എനിക്ക് തോന്നിയത് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പലർക്കും വളരെ ഹെൽപ്ഫുൾ ആവാൻ തോന്നി. ആദ്യമായിട്ടെന്ന് പറയുന്നത് കോർ ഫോക്കസ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് വേരിയസ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ERP സിസ്റ്റംസ് ഒക്കെ ബിൽഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എയുടെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇൻ്റലിജൻറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കീ സ്കിൽസ്. രണ്ടിനും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈതൺ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ സ്കിൽ സെറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചും ഡേറ്റ ടൈപ്സിനെ കുറിച്ചും സിസ്റ്റം ആർക്കിടെക്ചറിനെ കുറിച്ചും സിസ്റ്റം ഡിസൈനിങ്ങിനെ കുറിച്ചും കോഡിംഗ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ അറിയേണ്ടത്. എന്നാൽ എഞ്ചിനീയേഴ്സ് വരുമ്പോൾ അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമെറ്റിക്സും പ്രോബബിലിറ്റിയും ഡേറ്റ സയൻസും മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഫ്രെയിം വർക്കായ ടെൻസർഫ്ലോ, പൈറ്റോർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം അവർക്ക് അറിയേണ്ടത്. ഇനി നാച്ചുറൽ ഓഫ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കാലാകാലങ്ങളായിട്ട് ഇവോൾവ് ആയിട്ടെത്തുന്ന മേഖല. അതുകൊണ്ട് ഒരു സ്ട്രക്ചേർഡ് പാത്തിലാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എഞ്ചിനീയേഴ്സിൻ്റെ വർക്ക് ഇപ്പം കറൻ്റ്ലി എമേർജ് ആയതാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഐട്രേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഒരു മെജോറിറ്റി വർക്കും പ്രീ പ്രോസസ്സിങ്ങും ഡേറ്റ ക്ലീനിങ്ങിനും മോഡൽ ബിൽഡിങ്ങിനൊക്കെ ആയിരിക്കും അവർ സമയം സ്പെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനോ എല്ലാ ഇൻഡസ്ട്രിയിലും ജോബ് റോൾസ് ഉണ്ട്. ഇപ്പം ടെക് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള തരത്തിലുള്ള ജോബ് റോൾസും സ്കോപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിനും എല്ലാ മേഖലയിലും ജോബ് റോളും സ്കോപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മെജോറിറ്റി ടാസ്കും റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാനും കറണ്ട് സിസ്റ്റത്തിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത് എഫിഷ്യൻ്റ് ആക്കാനൊക്കെ ആയിട്ടായിരിക്കും ഇവരുടെ വർക്ക് കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് സിസ്റ്റത്തിലും എയുടെ ഇൻവോൾവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്കിപ്പോൾ കോഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂൾസ് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. എന്നാൽ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ ഉള്ള കറണ്ട് സിസ്റ്റത്തിനെ തന്നെ എൻറ്റയർലി വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവരാനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിലും ആണെന്ന് നിങ്ങളൊരു ബേസിക് ഫൗണ്ടേഷൻ ഓഫ് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഭാവിയിലേക്ക് നിങ്ങളുടെ കരിയർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. എസ്പെഷ്യലി പ്രോംപ്റ്റ് എഞ്ചിനീയർ പോലുള്ള സ്കിൽ